7 ദിവസം നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാഗവതത്തിലൂടെ കിട്ടുന്നൊരു അനുഗ്രഹമുണ്ട്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള സകല പ്രതിസന്ധിക്ക് ഒരു പരിഹാരം നമ്മുടെ മുന്നിൽ തരികയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു പരിഹാരം കാണിച്ചു. പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം ഒരിക്കലും ഉണ്ടാക്കിയ പ്രശ്നങ്ങളുള്ള ജീവിതമാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വാക്ക് കേട്ടില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ 100 ഇരട്ടി വേഗതയിൽ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കുന്ന കമ്പ്യൂട്ടർ മനുഷ്യന്മാർ, റോബോട്ട്സ്. അതാണ് ഇനി ജോലിക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ മനുഷ്യൻ അത്രയും ബുദ്ധിയിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അവൻ കഴിവ് തെളിയിച്ചിട്ടില്ലെങ്കിൽ, അവൻ ഈ മിഷനോടൊത്ത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ പുറത്താവും. ഉണ്ടോ ഇല്ലയോ? ഈ കുട്ടികളുടെ മുന്നിലുള്ള വലിയ ചാലഞ്ച് അതാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നത്, ചൈനയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അവര് ഒരു ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഡോക്ടർമാരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഒരു ഡോക്ടർ ഒരു ദിവസം 1000കണക്കിന് പേഷ്യന്റിനെ നോക്കാൻ പറ്റുന്നത്. ആലോചിച്ചപ്പം മെഡിസിൻ കഴിഞ്ഞിട്ട് ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് ഡോക്ടർമാർ. അപ്പം പോപ്പുലേഷൻ കൂടി വരികയാണ്. പക്ഷെ ഈ മിഷൻ വന്നു കഴിഞ്ഞാൽ ജോലി സാധ്യതകളെല്ലാം ഒരു 100 മനുഷ്യൻ ചെയ്യുന്ന ജോലി, ഉത്തരം ബാക്കി നിങ്ങൾ പറയണം, 100 ആളുകൾ ചെയ്യുന്ന ജോലി ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ ജോലി സാധ്യത കൂടുകയാണോ കുറയാണോ? കുറയുക. എന്ന് വെച്ചിട്ട് ജോലി ഉണ്ടാവാതിരിക്കോ? ഇല്ല. ഇവിടെയാണ് ഭാഗവതം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹം. അതായത് ഇത്തരം മിഷനൊക്കെ, അതിന്റെ പേര് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്ന് പറയും. എന്താണ് AI എന്ന് പറഞ്ഞാൽ? അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുക. ആണോ? എന്നാൽ മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെയല്ല. മനുഷ്യന്റെ ഇന്റലിജൻസ് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ്, CI എന്ന് പറയും. മറ്റേ AI, ഇത് CI എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റീവ്. അപ്പൊ നമുക്ക് കുട്ടികളുടെ ഡാൻസ് പഠിക്കും, അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ആണോ? അപ്പൊ നമ്മളിലൊക്കെ ഒരു ക്രിയേറ്റീവ് പവറിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അതിന് ഈശ്വരാനുഗ്രഹം കൂടി കിട്ടണം. ആ ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു ക്രിയേറ്റീവ് പവർ നമുക്ക് കണ്ടെത്താൻ സാധ്യത. ഭാഗവതം ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെ കേട്ടെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചതൊരു കേവലം പുരാണ കൃതിയല്ല. ഇത് പൂർണ്ണമായിട്ട് നമ്മളെ ഒരു നല്ല കഴിവുള്ള, കരുത്തുള്ള, മറ്റുള്ളവരെ കരുതലുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ കഴിവുള്ളവരാകുമ്പോൾ ഈ ലോകത്തിന്റെ ചാലഞ്ചുകൾ, അതായത് ലോകം നമുക്ക് തരുന്ന പ്രയാസങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും. അതേപോലെയാണ് നമുക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലും നമുക്കൊരു സപ്പോർട്ട് തരുമ്പോൾ നമുക്കതിനെ മറികടക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഇന്ന് നോക്കൂ, നിങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കാണുന്ന വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസം കൂടിയപ്പോൾ നമ്മളൊക്കെ പ്രയാസങ്ങളൊക്കെ ചുറ്റുന്ന പോലെയാണ്. ഇതുപോലെയാണ് പ്രഷർ കുക്കറൊക്കെ. ഉള്ളിൽ ഇങ്ങനെ പ്രഷർ കൂടി, പിന്നെ വെന്തിട്ട് അത് ശബ്ദം വരും, അതിന് നോമ്പ് പൊങ്ങും, ശബ്ദം വരും. അപ്പൊ നമ്മൾ 1 വിസിലായി, 2 വിസിലായി, 3 വിസിലായി വെന്തു. അങ്ങനെയല്ലേ ഉറപ്പുവരുത്തുന്നത്? അല്ലാതെ നമുക്ക് വെന്തോന്നും നമ്മൾ സാധാരണ അടുപ്പിൽ വെച്ച് നോക്കുന്ന സാധനം എങ്ങനെ അമർത്തി നോക്കുന്ന പോലെ പറ്റുമോ? ഇല്ല. ഏതായാലും ഇങ്ങനെ നമ്മളൊക്കെ ഇപ്പൊ ഒരു പുട്ടുകുറ്റി പോലെ, അല്ലെങ്കിൽ പ്രസ്റ്റീജ് കുക്കർ പോലെ ആയിരിക്കും. എന്താണ്? വിഷമങ്ങളൊക്കെ മനസ്സിൽ തന്നെ കൊണ്ടു നടന്ന് അവസാനം ഇതൊക്കെ മനസ്സിൽ താങ്ങാൻ പറ്റാതെ ഇന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ ആത്മഹത്യ കൂടുതലല്ലേ? നിങ്ങൾ പറയണം, മദ്യപാന ശീലങ്ങൾ കൂടുതലല്ലേ? ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ കണ്ട ആദ്യത്തെ കാഴ്ച എന്താ അറിയാം? പവിത്രേശ്വരം എന്റെ മനസ്സിൽ നല്ല പവിത്രമായ സ്ഥലമാണ്. നോക്കുമ്പോൾ എക്സസൈസുകാർ ഒരിക്കലും പിടിച്ചിരിക്കുന്നു. കഞ്ചാവോ അല്ലെങ്കിൽ ഇതുപെട്ടല്ലോ MA എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. ഈ സാധനങ്ങളൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ഈ ലഹരി വസ്തുക്കളാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ചെറുപ്പക്കാരുടെ ലഹരിയുടെ സ്വാധീനം കൂടിയിട്ടുണ്ട്. ഉണ്ടോ? കുടുംബങ്ങളിലാണെങ്കിൽ കള്ളു കുടിച്ചത് ഭാര്യയെ തല്ലിക്കൊണ്ടുന്ന കൂട്ടത്തിലാണെങ്കിൽ, കൊല്ലത്തിലാണെങ്കിൽ പാമ്പിനെ കൊണ്ട് പോലും കൊതിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ തരത്തിലൊക്കെ ഉള്ള കുരുട്ടുബുദ്ധികളും ദുഷ്ടബുദ്ധികളും
നമ്മുടെ ഇടയിൽ വന്നതിന്